ഈ വീഡിയോയിൽ ധവാന്റെ ജീവചരിത്രം നോക്കാം. 1985 ഡിസംബർ 5 പഞ്ചാബി കുടുംബത്തിലാണ് ശിഖർ ധവാൻ ജനിച്ചത്. അദ്ദേഹം ഒരു ഇന്ത്യൻ ഇന്റർനാഷണൽ ക്രിക്കറ്ററും ഇടംകൈയിൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരുമാണ്. ഡൽഹിയിലെ ഒരു മധ്യവർഗ പഞ്ചാബി കുടുംബത്തിലാണ് ശിഖർ ധവാൻ ജനിച്ചത്. ശിഖർ ധവാന് ഒരു ഇളയ സഹോദരിയുണ്ട്, ശ്രേഷ്ഠ. തന്റെ കസിൻ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടാണ് അദ്ദേഹം താൽപര്യം വളർത്തിയെടുത്തത്. അദ്ദേഹം ഡൽഹിയിലെ സോണറ്റ് ക്ലബ്ബിൽ കളിക്കാറുണ്ടായിരുന്നു. താരക് സിൻഹയുടെ പരിശീലനത്തിന് കീഴിൽ സോണറ്റ് ക്ലബ്ബിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം മാതാപിതാക്കളോട് അഭ്യർത്ഥിച്ചു. 12 വയസ്സിൽ ക്രിക്കറ്റിൽ ശോഭനമായ ഭാവിക്കായി സോണറ്റ് ക്ലബ്ബിൽ ചേർന്നു. 12 അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരങ്ങളെ പരിശീലിപ്പിച്ചതിനാൽ താരക് സിൻഹ പ്രശസ്തനായ പരിശീലകനായിരുന്നു. അദ്ദേഹത്തിന്റെ പോസിറ്റീവ് മനോഭാവം വലിയ ആൺകുട്ടികളുമായി ക്രിക്കറ്റ് കളിക്കാൻ അവനെ ശക്തനാക്കുന്നു. സ്കൂൾ അണ്ടർ 15 ടീം ടൂർണമെന്റിൽ സെഞ്ചുറി നേടുകയും പരിശീലകനെ ആകർഷിക്കുകയും ചെയ്തു. ശിഖർ ധവാൻ ഒരു ക്ലബ്ബിൽ ചേരുമ്പോൾ വിക്കറ്റ് കീപ്പറായിരുന്നു. ഡൽഹിയിലെ പശ്ചിം ബിഹാറിലെ സെന്റ് മാർക്ക് സീനിയർ സെക്കൻഡറി പബ്ലിക് സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 12 ക്ലാസ്സിന് ശേഷം പഠനം ഉപേക്ഷിച്ച് ക്രിക്കറ്റ് കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1999 കുറയ്ക്കുക 2000 അണ്ടർ 16 വിജയ് മർച്ചന്റ് ട്രോഫിയിൽ ഡൽഹിക്ക് വേണ്ടി കളിച്ച് ടീമിനെ ഫൈനലെത്തിച്ചു. തുടർന്നുള്ള സീസണിൽ റൺ വേട്ടക്കാരിൽ ഒന്നാമനായിരുന്നു. അണ്ടർ 16 സ്ക്വാഡിൽ നോർത്ത് സോണിനായി കളിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 15 വയസ്സിൽ ഡൽഹി അണ്ടർ 19 ടീമിൽ സ്ഥാനം ഉറപ്പിച്ചു. 2004 അണ്ടർ 19 ലോകകപ്പിൽ 53 സെഞ്ചുറികളും സഹിതം 84.16 ശരാശരിയിൽ 505 റൺസ് നേടി. 2004 നവംബറിൽ ആന്ധ്രാപ്രദേശിനെതിരായ രഞ്ജി ട്രോഫിയിൽ ഡൽഹിക്ക് വേണ്ടി ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം നടത്തി. 2012 കുറയ്ക്കുക 13 സീസണുകളിൽ ചലഞ്ചർ ട്രോഫി, ദുലീപ് ട്രോഫി, രഞ്ജി ട്രോഫി എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹം ഇംഗ്ലണ്ട് ടീമിനെതിരെ സെഞ്ചുറിയും നേടി. ഐപിഎല്ലിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചതിനാൽ അദ്ദേഹത്തിന്റെ ആഭ്യന്തര കരിയർ വിജയകരമായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഡൽഹി ഡെയർഡെവിൾസിനായി കളിക്കുന്നു. 2004 അണ്ടർ 19 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഓപ്പണറായി 505 റൺസ് നേടി. 2004 നവംബറിൽ ഡൽഹിക്ക് വേണ്ടി ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം നടത്തി. 2004 കുറയ്ക്കുക 05 രഞ്ജി ട്രോഫി അരങ്ങേറ്റ മത്സരത്തിൽ 461 റൺസ് നേടിയതിനാൽ ടീമിന്റെ ടോപ്പ് സ്കോററായി. പര്യടനത്തിലെ ആദ്യ ഏകദിനത്തിൽ അദ്ദേഹം തന്റെ കന്നി ഏകദിന 50 നേടി. 2011 ജൂണിൽ ക്വീൻസ് പാർക്കിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ -20 അരങ്ങേറ്റം കുറിച്ചു. 2013 ഓസ്ട്രേലിയയ്ക്കെതിരെയാണ് അദ്ദേഹം തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചത്. തന്റെ ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ അദ്ദേഹം ഒരു ഇന്ത്യൻ അരങ്ങേറ്റക്കാരന്റെ ഏറ്റവും ഉയർന്ന സ്കോറെന്ന റെക്കോർഡും ഉണ്ടാക്കി. അരങ്ങേറ്റ ടെസ്റ്റിൽ 168 പന്തിൽ നിന്ന് പുറത്താകാതെ 185 റൺസ് നേടി. 2010 ഓസ്ട്രേലിയയ്ക്കെതിരെ അന്താരാഷ്ട്ര ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ആ പരമ്പരയിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നീട് പരിമിത ഓവറിൽ കളിക്കാൻ അവസരം ലഭിച്ചു. 2011 ജൂണിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ അന്താരാഷ്ട്ര -20 അരങ്ങേറ്റം നടത്തിയെങ്കിലും പ്രകടനം നടത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. 2013 ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയയ്ക്കെതിരായ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സച്ചിൻ ടെണ്ടുൽക്കറിൽ നിന്ന് ടെസ്റ്റ് ക്യാപ്പ് ഏറ്റുവാങ്ങി. ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ മുരളി വിജയ്ക്കൊപ്പം 283 ഓപ്പണിംഗ് കൂട്ടുകെട്ടിനൊപ്പം 187 റൺസ് നേടി. കൂടാതെ അരങ്ങേറ്റത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി. 2013 ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഏകദിന ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇന്ത്യയ്ക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. ടൂർണമെന്റിലെ ആദ്യ 2 മത്സരങ്ങളിൽ തുടർച്ചയായി 200 തികച്ചു. ടൂർണമെന്റിന്റെ അവസാനം 363 റൺസ് നേടിയതിന് ഗോൾഡൻ ബാറ്റ് അദ്ദേഹത്തെ തേടിയെത്തി. ത്രിരാഷ്ട്ര പരമ്പരയിലെ പ്രകടനമാണ് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത്. അദ്ദേഹം കാരണം ഓസ്ട്രേലിയൻ പര്യടനത്തിനെതിരെ ഇന്ത്യ അനായാസം 350+ സ്കോർ പിന്തുടരുകയായിരുന്നു. 2014 ഏഷ്യാകപ്പിൽ മികച്ച പ്രകടനം നടത്തിയ അദ്ദേഹം ട്രോഫി നേടുന്നതിലും സംഭാവന നൽകി. ഓസ്ട്രേലിയയ്ക്കെതിരെ ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് പരമ്പര കളിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ പ്രകടനം നടത്താൻ അദ്ദേഹം പരാജയപ്പെട്ടു. 2015 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെയും ശ്രീലങ്കയ്ക്കെതിരെയും 2 സെഞ്ചുറികളും ബാക്ക് ടു ബാക്ക് സെഞ്ചുറികളും നേടി. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചാമ്പ്യൻസ് ട്രോഫിയിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിന് ഗോൾഡൻ ബാറ്റ് വീണ്ടും അദ്ദേഹത്തിന് ലഭിച്ചു. 50 ഓവർ ഫോർമാറ്റിൽ ഓർഡറിന്റെ മുകളിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചതിനാൽ വർഷം മുഴുവനും അദ്ദേഹം പ്രകടനം തുടർന്നു.
എന്നിരുന്നാലും, നിരാശാജനകമായ ഐസിസി വേൾഡ് 2020 ഉൾപ്പെടെ 2014 അദ്ദേഹത്തിന് മോശം ഫോമുണ്ടായിരുന്നു, അവിടെ കുറഞ്ഞ സ്കോറുകൾക്ക് ശേഷം അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കി. 2015 ഐസിസി ക്രിക്കറ്റ് ലോകകപ്പിൽ അദ്ദേഹത്തിന്റെ ഫോം ശരിയായി തിരിച്ചെത്തി. അവിടെ അദ്ദേഹം 2 സെഞ്ചുറികൾ നേടുകയും 51.50 ശരാശരിയിൽ 412 റൺസ് നേടുന്ന അഞ്ചാമത്തെ ഉയർന്ന റൺസ് സ്കോറായി മത്സരം അവസാനിപ്പിക്കുകയും ചെയ്തു.